പ്രധാനമന്ത്രിക്ക് പകരം നിർമ്മല സീതാരാമനാണ് ഭരണഘടനാ ചർച്ച തുടങ്ങിവെക്കുക. ശനിയാഴ്ച ലോക്സഭയിൽ നടന്ന ചർച്ചയിൽ പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും പരസ്പരം രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബിൽ ഇന്ന് അവതരിപ്പിക്കാൻ തീരുമാനിച്ചെങ്കിലും മാറ്റിവെക്കുകയായിരുന്നു. എംപിമാർക്ക് നൽകിയ കാര്യപരിപാടികളിൽ ബില്ല് അവതരണം ഉൾപ്പെടുത്തിയിരുന്നില്ല. വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരുന്ന പരിപാടിയിൽ 13-14 ഇനങ്ങളിലായി ബില്ല് അവതരണം ഉൾപ്പെടുത്തിയിരുന്നു. 2034 മുതൽ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചു നടത്താനുള്ളതാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബിൽ. ബില്ലിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. ഭരണഘടനാ അനുച്ഛേദം 83-ഉം 172-ഉം ഭേദഗതി ചെയ്തുള്ള ബില്ലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഭേദഗതി ബില്ലും അവതരിപ്പിക്കും. ഒറ്റഘട്ടമായി തിരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ നിയമസഭകളുടെ കാലാവധി വെട്ടിച്ചുരുക്കണമെന്നും ബില്ലിൽ പരാമർശിക്കുന്നു. ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചു നടത്താനും പിന്നീട് തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ കൂടി അതിൽ ഉൾപ്പെടുത്താനുമാണ് തീരുമാനം. അതേസമയം ബിൽ പാസ്സാകണമെങ്കിൽ കടമ്പകൾ നിരവധിയാണ്. ഭേദഗതി അംഗീകരിക്കാൻ ഭൂരിപക്ഷമെങ്കിലും ആവശ്യമാണ്. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ NDAക്ക് ഒറ്റയ്ക്ക് ബിൽ പാസ്സാക്കാനാവില്ല. പ്രതിപക്ഷ പാർട്ടികളുടെ സഹകരണം കൂടി വേണം. ഈ സാഹചര്യങ്ങളിലാണ് ബിൽ അവതരണം നീളുന്നത്. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.